ഞങ്ങൾക്ക് അറിയത്തില്ല. അതെ, ഇന്ന് കരഞ്ഞില്ല, നമ്മള് കണ്ടാർന്നിട്ട് കരഞ്ഞില്ല. അപ്പാപ്പിയുടെ ഉള്ളിൽ സന്തോഷമാണ് ഗൈസ്, സന്തോഷം. ഒരാളെയും കൂടി കുടുംബത്തിൽ നിന്ന് വിടുവാണല്ലോ എന്ന് പറഞ്ഞത്. ഈ ഒരു കാര്യമാണ് ബ്രിജിത് ചേച്ചിയോടും മാവ ചേച്ചിയോടും. ഗൈസ് ഇന്ന് മധുരമെപ്പാണ് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഗ്ലേസിൽ പോകുവാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. എല്ലാവരും ഹലോ അമ്മേ, മധുരമെപ്പിന് പോവാ. സഫാരി പോലെ മധുരമെപ്പിന് പോവല്ല, മധുരമെപ്പിന് റെഡി ആവാൻ പോവാ. ക്യാമറ എന്റെ മുഖത്തേക്ക്. നമ്മളിപ്പോ എവിടെയാണ്, എന്തൊക്കെയാണ് നമ്മുടെ പരിപാടികൾ, അതൊക്കെ പറഞ്ഞ. പരിപാടി എന്താ, വൈകുന്നേരം മധുരമെപ്പാണ്. അതിന്റെ മേക്കപ്പിന് വേണ്ടിട്ട് ഇതാ ജാസ്മിൻ ചേച്ചി പോണു. കൂട്ടത്തില് ഞങ്ങള് 4 പേര് തല ഇന്ന് കഴുകി സെറ്റാക്കാൻ വേണ്ടി. അതായത് ഇവര് കുളിക്കാറില്ല. അതെ, ഇനിയിപ്പോ ഞങ്ങൾ അടുത്ത ബോഡി വാഷ് ചെയ്യാൻ പോണത് ബ്രിജിത്തിന്റെ കല്യാണത്തിന്. അന്നാണ് ഞങ്ങൾ ഇനി കുളിക്കത്തുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ എത്താറായി, ഒരു 10 മിനിറ്റ് കൂടി. ഡ്രൈവർ ഉണ്ട്. അപ്പൂക്കുട്ടൻ ഇങ്ങനെ നോക്കണേ. ഡ്രൈവർ അല്ലാട്ടോ, ചേട്ടനായിട്ട് അതെങ്ങനെ ഇരിക്കുന്നത്. അതെ, മരിയാമ്മയുടെ ചേട്ടൻ, മരിയയുടെ ചേട്ടൻ. ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിൽ ഓരോ കഥകളാണ് പറഞ്ഞു പോകുന്നത്. ശരിക്കും ആ ഒരു ഇമോഷൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ ഒരു ജേർണിയിൽ നമ്മളും കൂടെ ഉണ്ട് എന്നൊരു തോന്നലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് ആണ്. കണ്ടു നോക്കൂ. മെർസീഡിസ് സ്റ്റോക്സിന്റെ സമയമാണ് കൂടിയുള്ളത്. അതെ അതെ, ക്ലിയറായിരുന്നു. എപ്പോഴത്തേക്കായിരുന്നു, ഏത് സമയത്തേക്കായിരുന്നു? എന്താ ഇവിടെ നടക്കുന്ന ബ്രിജിത് ചേച്ചി? ബ്രിജിത് ചേച്ചിയുടെ മുടി കാണിച്ചേ, ബാക്കിൽ. ഇതാണോ കോസ്റ്റ്യൂം? നോ സോറി. ഇരിക്കുന്നതാണ് കല്യാണ പെണ്ണ്. ഇപ്പൊ സമയം എത്രയായി? 5 മണി. എൻ്റെ കുഞ്ഞു വീട്ടിൽ ഇത് സെക്കൻഡ് കുഞ്ഞിപ്പെണ്ണ, ഞാനാ കുഞ്ഞിപ്പെണ്ണ്. അല്ല, ഫസ്റ്റ് ഇവിടെ എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ മധുരവെപ്പിനുള്ള ഒരുക്കം. എവിടെ കുഞ്ഞിപ്പെണ്ണ്? അതെ, എൻ്റെ കുഞ്ഞിപ്പെണ്ണ്. അതാ കുഞ്ഞിപ്പെണ്ണ്. അതാണ് എൻ്റെ കുഞ്ഞിപ്പെണ്ണ്. ഓ ചേച്ചിപ്പെണ്ണ് ഇങ്ങനെയൊക്കെ ഒരുങ്ങണ്ടേ? ചേച്ചിപ്പെണ്ണ് ഇങ്ങനെ വരും. എങ്ങനെ? മേടിക്കാൻ പോവാം. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മള് തിരിച്ചു പോവാണ്. നമുക്ക് കേക്ക് ഒക്കെ മേടിക്കണം. ക്രീമോ? എന്ത് ക്രീമേ? അത് കുഴപ്പമില്ലടാ, വൈറ്റ് ഇല്ലേ? ഇനി തിരിച്ച് പോവുകയാണ് ഗൈസ്. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഇവർക്കൊക്കെ ഡ്രസ് മാറണം. ഓൾറെഡി ലേറ്റ് ആയി, 5:30 ആയി. ഓക്കെ ബൈ. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? 7:30ക്കാണ് മധുരംവെപ്പ്.
ഏതൊക്കെ കിട്ടുന്നുണ്ടോ? ആ 7:30ക്കാണ് മധുരപ്പെപ്പ്. മണവാട്ടി മാത്രമേ ഒരുങ്ങിയിട്ടുള്ളൂ, ബാക്കിയുള്ളവരോട് തുണിയും മണിയും ഇല്ലാണ്ടിരിക്കും. അപ്പോഴും എല്ലാവർക്കും ചായ കുടിക്കാനൊരു മോഹം, ചായ കുടിക്കാൻ ഇറങ്ങിയത്. അതിന് വേണ്ടി ഒരു കട്സ്. സ്റ്റേജൊക്കെ സെറ്റ് ചെയ്തോ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഓ, കല്യാണത്തിന് വേണ്ടി റെഡിയായി നിൽക്കുന്ന പെണ്ണ്. മരിയാമ്മ എവിടെ? മരിയാമ്മേ, ചായക്കടയില് നിങ്ങളോട് പറഞ്ഞ വീട്ടിൽ 7 മണിയാകുമ്പോ എങ്ങനെ സാരി മലയാളത്തിൽ ഞാൻ പറഞ്ഞ പോവാന്ന്. വീഡിയോ നിങ്ങള് മാതാപിതാക്കൾ സ്റ്റേജ് കയറും കേട്ടോ. അച്ഛൻ ഇങ്ങോട്ട് പോരെ, അച്ഛൻ ഇങ്ങോട്ട് പോരെ, അച്ഛൻ ഇങ്ങോട്ട് പോരെ. അച്ഛൻ അവിടെ നിന്ന് അലമ്പും. ഈ സമയത്ത് മധുരം പറ്റും. ആ കാരണന്മാരില്ലെങ്കിൽ പോരെ കേട്ടോ. ഇനി നമുക്ക് മധുരം വെക്കട്ടെ എന്ന് ചോദിക്കണം. രണ്ടുപേരുടെ ഒരു നുള്ളെടുത്ത് കൊച്ചിൻ്റെ വായിൽ വെക്കുക. രണ്ടുപേരും കൂടി ഒരു നുള്ള എടുത്തിട്ട് ഒരുമിച്ച് വെക്കുക. രണ്ടുപേരുടെയും കോളേജിൽ ഫാമിലിയുടെ രോമാഞ്ചവും രോമാഞ്ച കഞ്ചുകവും ഭാവഗായകൻ യേശുദാസ് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗായകനാണ്. അതിന്റെ അഹങ്കാരമൊന്നുമില്ല. പിന്നെ ഏതോ സിനിമ നടന്റെ ഏതോ ഘട്ടമുണ്ടെന്ന് തോന്നുന്നു.
എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, മടുത്തു. ഇനിയിപ്പോ നാളെ കഴിഞ്ഞ് നമ്മുടെ കല്യാണം അടിച്ചു പൊളിക്കല്ലേ, പിന്നല്ല കളറാക്കും. കരയല്ല, കരഞ്ഞ നമ്മുടെ പരിപാടി കരയരുത്, എല്ലാരും കരയും. സ്വാഭാവികമായിട്ടും. ബ്രിജിതേച്ചി മധുരമെപ്പ് കഴിഞ്ഞപ്പോ എന്ത് പറയാണ്ട്? സന്തോഷം, സമാധാനം, സ്വസ്ഥം. പിന്നല്ല അപ്പൊ നമ്മളെ കല്യാണം അടിച്ചു പൊളിക്കില്ലേ, നമ്മള് കളറാക്കില്ലേ, കളറാക്കും. നമ്മള് കല്യാണം കളറാക്കിയിരിക്കും അല്ലേ? വൈദികൻ എന്ന നിലയിൽ ജാസ്മിൻ ചേച്ചിയുടെ മധുരമെപ്പ് കഴിഞ്ഞപ്പോ എന്നാ പറയാനുള്ളത്? സന്തോഷല്ലേ? ദൈവാനുഗ്രഹപ്രദമായിട്ട് ജീവിതം. കല്യാണം നമ്മൾ ഇതിലും കളറാക്കില്ലേ, പിന്നല്ലാതെ. അടിപൊളിയല്ലായിരുന്നോ കല്യാണം? നമ്മൾ ഇതിലും കളറാക്കില്ലേ, പിന്നല്ലാതെ. പിന്നല്ല ബാബി, നമ്മുടെ ജാസ്മിന്റെ മധുരമെപ്പ് ഇപ്പൊ കഴിഞ്ഞു. ഇവിടെ കഴിഞ്ഞ പരിപാടിയല്ല. അപ്പൊ നമ്മുടെ ജാസ്മിന്റെ മധുരമെപ്പിനെ കുറിച്ച് എന്നാ അഭിപ്രായം പറയാനുള്ളത്? വളരെ മനോഹരമായിരുന്നു. കല്യാണം നമ്മൾ ഇതിലും കളറാക്കില്ലേ? കല്യാണം നമ്മൾ ഇതിനേക്കാളും ഗംഭീരമായിട്ട് നടത്തും അല്ലെ? അടിപൊളി. ഇതിലും നന്നായി കരയും കല്യാണത്തിന്. ഞാൻ കരയത്തില്ല. അതെ, ഇന്ന് കരഞ്ഞില്ല, നമ്മൾ കണ്ടാർന്നു, ഇന്ന് കരഞ്ഞില്ല. അപ്പാപ്പിയുടെ ഉള്ളിൽ സന്തോഷമാണ് ഗൈസ്, സന്തോഷം. ഒരാളെയും കൂടി ഈ കുടുംബത്തിൽ നിന്ന് വിടുവാണല്ലോ എന്ന്. ഈ ഒരു കാര്യമാണ് ബ്രിജിറ്റേച്ചോടും വാവച്ചേച്ചോടും പറയുന്നത്. കസിനായ വാവച്ചേച്ചിക്ക് എന്നെ പറയാനുള്ളത്? ഞാനൊന്നും കരഞ്ഞില്ല ഇന്ന്. വാവച്ചേച്ചിക്ക് എന്നെ പറയാനുള്ളത് കല്യാണം മധുരമെപ്പ് കഴിഞ്ഞപ്പോ? വളരെ സന്തോഷടാ. കല്യാണം നമ്മൾ കളറാക്കിയിരിക്കും, കല്യാണം കളറാക്കിയിരിക്കും നമ്മൾ. ബ്രിജിറ്റേച്ചി ഓളൊക്കെ ഫാമിലിയിൽ ആകെയുള്ള ഒരു ടീച്ചർ. നമ്മുടെ ജാസ്മിന്റെ കല്യാണം കഴിഞ്ഞ പിന്നെ അതിന് മനസ്സമ്മത അല്ല സോറി മധുരമെപ്പ് കഴിഞ്ഞപ്പോ എന്നാ പറയാനുള്ളത്? സന്തോഷം. അതെ, സന്തോഷം, സ്വസ്ഥം, സമാധാനം. കല്യാണം നമ്മൾ കളറാക്കില്ല, ഇതിലും അടിച്ചു പൊളിക്കും നമ്മളല്ലേ, പിന്നല്ലാതെ. പെണ്ണിന്റെ കല്യാണം നമ്മൾ കളറാപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കളറായിരുന്നു, പക്ഷെ തുടക്കത്തിൽ ഇവരെല്ലാം കരഞ്ഞ് സീനാക്കി, കൂട്ടത്തിൽ ഞാനും കരഞ്ഞു. പക്ഷെ അവസാനത്തെ ഡാൻസ് കരയില്ല എന്ന് പറഞ്ഞ റിക്കുബാട്ട വരെ സെന്റി ഡയലോഗ് അടിച്ച് കരഞ്ഞു. സ്നേഹം ഇതുപോലെ തന്നെ എന്റെ കല്യാണത്തിനും ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലെ? എന്റെ കല്യാണത്തിനും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ അപ്പതേ നമ്മള് കല്യാണം കളറാക്കിയിരിക്കും, ഉറപ്പാണ്, അതിനൊരു മാറ്റമില്ല ഇല്ലേ? മധുരമെപ്പിന്റെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു.